ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ലെവൽസ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 54,973 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അത് പ്രീവിയസ് ഡേൻ്റെ ഒരു ലോ ആണ്. അവിടെ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ മാർക്ക് ചെയ്തത്. അതുപോലെ 55,721 അപ്പ് സൈഡ് ലിക്വിഡിറ്റി. ഇതിലേതാണ് ടാപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇത് രണ്ടും ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കാം. ഇവൻ നിഫ്റ്റിയിലാണെങ്കിലും പ്രീവിയസ് ഡേൻ്റെ ലോ, അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഐഡിയസ് എടുത്തൊരു ലോ ഏരിയ ആണ്. അത് അവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 24,344 ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കായിരിക്കും നമ്മൾ നോക്കുക. ഇനി അതല്ല 24,671 ടാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്കായിരിക്കും നോക്കുക. അത് രണ്ടും ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:38 ഇതിൽ നമുക്ക് പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് അനുസരിച്ചുള്ള 50 മിനിറ്റ്സ് ഐഡിയസിൽ ഒന്നും ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുള്ളൊരു എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു അപ്പ് സൈഡിലേക്ക് എൻട്രി, ഡൗൺ സൈഡ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പ് സൈഡ് ഐഡിയക്സ് ഒന്നും ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ടാപ്പ് ചെയ്യുന്നത് ഡൗൺ സൈഡ് ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാം. അതാണ് പ്ലാന്. മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരട്ടെ. പ്രീവിയസ് ഡേൻ്റെ ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് താഴെയാണ്. പ്രീവിയസ് ഡേൻ്റെ ലോ ആണ് അപ്പ് സൈഡിലേക്ക് നോക്കാനുള്ളത്. അതുവരെ വെയിറ്റ് ചെയ്താൽ ഇനി അപ്പ് സൈഡിലേക്ക് പ്രീവിയസ് ഡേ മാർക്കിംഗ് അനുസരിച്ച് ഉണ്ടാവുള്ളൂ. തൽക്കാലം ഇന്നത്തെ മാർക്കിംഗ് അനുസരിച്ചിട്ട് എൻട്രി കിട്ടിയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് എൻട്രി മേലേക്ക് നോക്കാം. കാരണം ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്തത്. വെയിറ്റ് ചെയ്യാം, താഴേക്ക് വരട്ടെ. ആ ഒരു ലോ ഏരിയ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ബൈ ചെയ്യാം. നമ്മുടെ ബൈ വന്നത് 147.60 ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഒരു മൊമെൻറ്റം വരുന്നു തോന്നുന്നില്ല, കണ്ടിട്ട് അറിയില്ല. അതെല്ലാം ഒരു ലോ എടുത്തിട്ടുണ്ട്. നമുക്ക് ടാർഗറ്റ് നെക്സ്റ്റ് ഒരു സിങ് ഹൈ 24,480 റേഞ്ചിലൊക്കെ വെച്ചാൽ മതി. അവിടെ ഒരു 5 മിനിറ്റ്സ് ഐഡിയക്സ് ഉണ്ട്. ഇപ്പോൾ ലോ എടുത്തതുകൊണ്ട് തന്നെ 5 മിനിറ്റ്സ് ഐഡിയക്ക് ഒരു ഏരിയ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്കും ഒരു എൻട്രി ചാൻസ് ഉണ്ടാവും. അതല്ല താഴേക്ക് വന്നിട്ട് നമ്മുടെ 6 പോയിന്റ് SL അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത അവസരം വരുമ്പോൾ നോക്കാം. ഓക്കെ, ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഉച്ച വരെ ഉണ്ടാവുള്ളൂ. നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിടാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് അത്ര ബുള്ളിഷായിട്ട് പോയില്ല. താഴേക്കാണ്. ഇനി അതെല്ലാം നമുക്കൊരു കാര്യം ചെയ്യാം. 24,486 മുകളിലേക്ക് വരികയാണെങ്കിൽ താഴേക്ക് ഒരു അവസരം നോക്കാം. ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഇനി നല്ല അവസരം ഉണ്ടെങ്കിൽ മാത്രം, ഉച്ചയ്ക്ക് മുമ്പായിട്ട് നല്ല അവസരം ഉണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരികയാണെങ്കിൽ. സമയം 11:29 നമുക്ക് ഒരു ട്രേഡ് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ 24,442 ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡൗൺ സൈഡിലേക്കും നോക്കാം. പക്ഷേ ഞാനിതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡാണ് നോക്കുന്നത്. വെച്ചാൽ മാർക്കറ്റ് ഓവറോൾ നല്ല ബെയറിഷായി വന്നതിന് ശേഷം മുകളിൽ പോയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൻ്റെ ലോ എടുക്കുമ്പോൾ ഉടനെ തന്നെ മേലേക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ്, ഒരു ബുള്ളിഷ് വ്യൂ ആണ് എപ്പോഴും ഉള്ളത്. മീൻസ് ബുള്ളിഷ് ട്രേഡ് തന്നെ വീണ്ടും ഞാൻ എടുക്കുന്നത്. കാരണം ഈ ഒരു 5 മിനിറ്റ്സ്, ഇതൊരു 5 മിനിറ്റ്സ് ക്യാൻഡിൻ്റെ ലോ ആണ്. താഴേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് മേലേക്ക് ഒരു ട്രേഡ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഒക്കെ ഒരു ബൈ കൊടുക്കാം നമുക്ക്. അതിൻ്റെ ഇടയിൽ അവിടെ ശരിക്കും ഒരു 5 മിനിറ്റ്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ട് താഴേക്കും ഒരവസരമുള്ളവർ ഉണ്ടായിരുന്നു. കുറച്ച് മുന്നേ ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയ സമയത്ത് നമുക്ക് താഴേക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റിക്ക് നോക്കാൻ വിചാരിച്ചു ഒരു ട്രേഡും കൂടെ. താഴേക്ക് തന്നെ വരുന്നതെന്ന് തോന്നുന്നില്ലേ. നമ്മൾ സെയിം 24,450 കോൾ ഓപ്ഷൻ തന്നെയാണ് എടുത്തത്. അതുകൊണ്ടാണ് സെയിം ഇതിലും ലോസ് കാണിക്കുന്നത്. നേരത്തെ ഓൾറെഡി ഫസ്റ്റ് ട്രേഡിൽ ലോസുള്ള സെയിം ഇതിൽ തന്നെയാണ്, സ്ട്രൈക്കിൽ തന്നെയാണ് നമ്മൾ എടുത്തത്. അതായത് മാർക്കറ്റ് ഇത്രയും ബെയറിഷ് ആയിട്ട് പോയതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ലോ എടുത്തിട്ട് വീണ്ടും മുകളിൽ പോലെ ഒരു സിങ് ഹൈ, ജസ്റ്റ് സിങ് ഹൈ എടുത്താൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇത് വലിയൊരു ട്രേഡൊന്നും ചെയ്യേണ്ട, ഒരു സ്കാൽപ്പിംഗ് പോലെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് സ്കാൽപ്പിങ്ങിലും പോലെ ചെയ്താൽ മതി. ആ ഒരു ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാം, ആ രീതിയിൽ ചെയ്യാം. 1:5 ഒന്നും വെക്കണ്ട. അല്ല ഹൈ എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൈസിലേക്ക് വെക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് നോർമലി നമ്മുടെ സിസ്റ്റം പ്രകാരം 24,442 ടാപ്പ് ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് അവസരമുണ്ട്. പക്ഷേ ടാർഗറ്റ് കുറവാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു സ്പോട്ട് പ്രൈസിൽ 400 ഒരു ഭയങ്കര വിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രീമിയത്തിൽ അത്ര താഴെ പോയിട്ടില്ല. അതായത് ഫ്യൂച്ചർ ചാർട്ട്
ഞാൻ വിചാരിച്ചു ഇനി കുറച്ചൊന്ന് മുകളിലേക്ക് പോയിട്ടായിരിക്കും താഴെ വരിക എന്നുള്ള വ്യൂവിലാണ്. ഏതായാലും നോക്കാം, ഞാൻ ചാൻസ് വരികയാണെങ്കിൽ പറയണ്ടേ. സോറി, ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചില്ല. സമയം 11:51. നമ്മൾ എന്താ പറയുക, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കണ്ടൊരു ടൈപ്പ് ഓഫ് പ്രൈസ് ആക്ഷൻ ഉണ്ട്. മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം ഒരു അപ്സൈഡിലേക്ക് പോയിട്ട് ഒരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ടാപ്പ് ചെയ്ത് താഴെ വരുന്ന രീതി, അതുപോലെ ഇപ്പോൾ സംഭവമാണ്. ആ ഒരു ലൈൻ മാർക്ക് ചെയ്ത ഏരിയ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാനുള്ള മീൻസ് ഇന്നലെയും മിനിഞ്ഞാന്ന് വർക്ക് ചെയ്ത സാധനമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും ഡെയിലി മാർക്കറ്റ് ജസ്റ്റ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ട്രാപ്പിംഗ് രീതി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ട്രാപ്പിംഗ് തുടങ്ങുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളിൽ ആ ഒരു സ്റ്റൈല് മാർക്കറ്റ് ഒന്ന് ഫോളോ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഏതായാലും ഞാൻ അപ്സൈഡിലേക്ക് വ്യൂവിലെടുത്തിട്ട് ആ ഒരു സ്വിംഗ് ഹൈ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പക്ഷേ ഇല്ല. ഈ ഒരു ഞാൻ മാർക്ക് ചെയ്ത ആ റെഡ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ജസ്റ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അവിടെ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുക. രണ്ട് ഓപ്ഷൻ ചെയ്യാം നമുക്ക്. കാരണം അതൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് താഴേക്ക് വരാനും പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നേരത്തെ ലോസ് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണോ, നമുക്ക് ഏതായാലും പോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കും. കാരണം ഇൻ കേസ് മാർക്കറ്റ് ഏകദേശം നല്ലൊരു ബുള്ളിഷ്നെസ് കാണിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്നും കൂടെ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ല പോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് അടിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ടാപ്പ് ചെയ്തോ ഇല്ലല്ലേ, അടുത്തെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഞാൻ എക്സിറ്റ് ചെയ്യുന്നില്ല, പോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് നോക്കാം നമുക്ക്. ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്കൊന്ന് പറന്ന് കിട്ടിയാൽ എന്താണ് നമുക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആ ഒരു സ്റ്റൈലിൽ മാർക്കറ്റ് വർക്ക് ചെയ്തെന്ന് വെച്ചിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ അത് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അധികം എന്താണ് നമ്മുടെ ട്രേഡിൽ പിന്നെയും ലോസ് കൊടുക്കുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് മീൻസ് ആ റെഡ് ലൈൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കും. അതിനടി ടാപ്പ് ചെയ്താട്ടോ, ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കും. ഇനി അതല്ല ടാപ്പ് ചെയ്തില്ലെങ്കിൽ ലോസ് നമ്മൾ ബുക്ക് ചെയ്യും. ഇപ്പോഴത്തെ ടൈം നമുക്ക് ഒരു 5,000 റേഞ്ചിൽ ലോസ് വരും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അത് ടാപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് മാർക്കറ്റ്. ജസ്റ്റ് വരുന്നുണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാൻ നോക്കും. ഇല്ല, ടച്ച് ചെയ്തിട്ടില്ല, സ്റ്റിൽ ടച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്താണല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് പോസിബിൾ ഓക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും എക്സിറ്റ് ചെയ്യേണ്ട, പോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഇനി ലോസ് വരില്ല ഈ ഒരു ട്രേഡിൽ. നേരത്തെ ഫസ്റ്റ് SL ഉണ്ടായതുകൊണ്ട് സെക്കൻഡ് ട്രേഡിൽ ലോസ് വരില്ല. ഇനി അഥവാ മാർക്കറ്റ് അവിടെ നിന്ന് സ്പൈക്ക് ചെയ്ത് നല്ല മുകളിലേക്ക് പോയാൽ നമുക്ക് 1:5 എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. നമ്മുടെ ട്രെയിലിംഗ് SL അടിച്ചിട്ടുണ്ട്. പോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആയിട്ട് ഈ ഒരു ട്രേഡ് നമ്മൾ നേരത്തെ ആ ടാപ്പ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു 7 പോയിൻ്റൊക്കെ കിട്ടിയിരുന്നു. നമ്മുടെ സെക്കൻഡ് മീൻസ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്ക് ഞാൻ പറഞ്ഞില്ലേ, താഴേക്കും ചാൻസ് ഉണ്ട്. ടാപ്പ് ചെയ്തിട്ട് ഒക്കെ എടുക്കുമ്പോഴാണ് താഴേക്ക് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് നേരെ കുത്തേണ്ട താഴേക്കാണ് വരുന്നത്. അതൊരു ഓപ്ഷൻ എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ അപ്സൈഡിലേക്കുള്ള ട്രേഡ് കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ട്രേഡ് താഴേക്ക് ട്രൈ ചെയ്യും. പക്ഷേ ജസ്റ്റ് ആ ക്യാൻഡിലല്ല, അതിൻ്റെ മുകളിലേക്ക് പോയാലേ ട്രൈ ചെയ്യുള്ളൂ. നമുക്ക് എൻട്രി കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു 24,344 വരെ മാർക്കറ്റ് വരുന്നു. അതായത് ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ഡെയിലി ടൈം ഫ്രെയിം ഐഡിയസ് എടുത്ത ക്യാൻഡിലിന് ലോ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. അപ്പം നമുക്കൊരു താഴേക്കുള്ള അവസരം കിട്ടുകയാണെങ്കിൽ നോക്കാം, എന്തായിരിക്കും നന്നാവുക. ലിസ്റ്റ് ആ ഒരു റേഞ്ച് വരെയൊക്കെ ടാർഗറ്റ് വെക്കാം. മാർക്കറ്റ് ഭയങ്കര വോളട്ടൈലല്ലേ. അത് ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാവും, പ്രീമിയൊക്കെ ഓരോരോ ക്യാൻഡിൽസിൻ്റെ ഒരു കോലം കണ്ടാൽ. ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇനി ചാൻസ് വരാണ്ട് 12 മണിയായി, ചാൻസ് കിട്ടണം നോക്കാം. നമുക്കൊരു താഴേക്കുള്ള ട്രേഡ് നോക്കാം. നിഫ്റ്റിയിൽ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റിയൊക്കെ ടാപ്പ് ചെയ്യാൻ വരുന്നുണ്ട് 24,452. ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു താഴേക്കുള്ള അവസരം നോക്കാം. ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ ഒരു 1 അവർ ക്യാൻഡിലൊക്കെ ഹൈ എടുക്കുന്നുണ്ട്. അപ്പം പ്രീവിയസ് ഡേൻ്റെ ലോ വരെ 54,973 വരെയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമുക്ക് എന്താണ്
അത്യാവശ്യം 1:5 ബാങ്ക് നിഫ്റ്റിയിലായാലും ഉണ്ട് കേട്ടോ, നിഫ്റ്റിയിലുണ്ട് ബാങ്കിലും ഉണ്ട്. അപ്പോൾ ഏതിലാണോ ചാൻസ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഡയറക്റ്റ് ഒരു ട്രേഡ് തന്നെ എടുക്കാം. നമുക്ക് ഇനി ടൈമില്ല, ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് പോകേണ്ടി വരും, ടൈം എടുക്കുകയാണെങ്കിൽ. എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ റെക്കോർഡിങ് അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഓർഡറൊക്കെ റെഡിയാക്കി വെക്കാം. മാർക്കറ്റ് അതിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം മാർക്കറ്റ് അത്രയും പാരിഷായി പോയതിനു ശേഷം എക്സാക്റ്റ്ലി ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്ന് 1 അവർ ക്യാൻഡലിലേക്ക് ഹൈ എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. അതുപോലെ നിഫ്റ്റിയിലാണെങ്കിലും ഒരു OB ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ മുകളിലേക്ക് കാണിക്കുകയാണ്. അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ പ്രീവിയസ് ഡേയിൽ നല്ലൊരു ഡിമാൻഡ് സോണായ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. 1 അവറിൻ്റെയൊക്കെ ഹൈ എടുത്താൽ ബാങ്കിലാണെങ്കിലും അതുപോലെ നിഫ്റ്റിയിലാണെങ്കിലൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും എന്നുള്ള വ്യൂവിലായിരിക്കും ഒട്ടുമിക്ക ആളുകളും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് നോക്കാം. ഒന്നുകിൽ കൺഫർമേഷനൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യണം, അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് ടൈമില്ല, നമുക്ക് സമയമായി, പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ എടുക്കും. ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഏരിയകളുണ്ട് 5 മിനിറ്റ്സ് താഴെ. പക്ഷേ നമ്മൾ ഇന്നത്തെ ഡേലോ വരെ അല്ലെങ്കിൽ ഇന്നത്തെ ഡേലോ വരെ 400 താഴേക്ക് വരുമെന്നുള്ള ഇതിൽ തന്നെ ടാർഗറ്റ് വെക്കാറുണ്ട്. കാരണം അവിടേക്കൊരു 1:5 ഒക്കെ അടിക്കാൻ പറ്റിയ റേഞ്ച് ഉണ്ട് അവിടെ. വരട്ടെ വരുന്നുണ്ട്. പ്രീമിയം നല്ല ഇറക്കുന്നില്ലേ. ബാങ്ക് നിഫ്റ്റിയും 1 അവറൊക്കെ ഹൈ എടുത്തിട്ടുണ്ട് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ എടുക്കാം. മാർക്കറ്റിൽ ഇന്നത്തെ ഡേലോയിലേക്ക് 1:5 അബോവ് ഇട്ടുണ്ട് ടാർഗറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 461 ആയില്ല, നമുക്ക് 400 താഴെയൊക്കെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഒരു 1:5 അബോവ് വരാൻ ചാൻസ് ഉണ്ട് അഥവാ ടാർഗറ്റ് വരികയാണെങ്കിൽ. ഇതെല്ലാം SL ആണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് എൻട്രി ഏരിയ തന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 109 ചെറിയൊരു ലോസിലാണ്. ഡയറക്റ്റ് ഞാൻ ട്രേഡ് എടുത്താൽ 15 മിനിറ്റ്സിൽ ശരിക്കും ടാപ്പ് ഒന്ന് വെയിറ്റ് ഒക്കെ ചെയ്ത് കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്താലും മതി. അത് സമയമില്ല. നല്ല മൊമെൻ്റം കാണിക്കുന്നുണ്ട്. അഥവാ താഴേക്ക് ഫാസ്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ട്രേഡ് എടുക്കാം. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ട്രേഡ് നമ്മൾ ട്രെയിലിംഗ് SL, അതായത് ഒരു ലോജിക്കൽ റീസൺ കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ എക്സാക്ട്ലി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്ത പോലെ താഴേക്ക് വന്നു. പുട്ട് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ട്രേഡിൽ നമുക്ക് എന്താണ് ഒരു സിംഗിൾ കൊടുത്ത് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു സമയത്ത് ഓൾറെഡി അപ്സൈഡ് ട്രേഡിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ആ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് ചാർട്ട് എല്ലാവരും ഒന്ന് നോക്കി നോക്കുക. ചാർട്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ 9 ദിവസങ്ങളൊക്കെ ചാർട്ട് നോക്കുക. എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു 5 മിനിറ്റിൽ 15 മിനിറ്റിൽ ഒരു ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഡെയിലി ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ മാറ്റങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഇങ്ങനെ രീതിയിൽ ഇപ്പോൾ പോകുന്നില്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വീണ്ടും വരികയാണെങ്കിൽ നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം, ഒരു ട്രൈ ചെയ്ത് നോക്കാം. ഒരു റിസ്ക് റിവാർഡൊക്കെ അത്യാവശ്യം വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ടാർഗറ്റ് അടിക്കും, ചിലപ്പോൾ SL അടിക്കും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ മാർക്കറ്റിനെ സമീപിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു പ്രോബബിലിറ്റി വിന്നിങ്ങിന് ചാൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഡെയിലി ചെയ്യുന്ന പോലത്തെ ഒരു ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ സമീപിക്കുക എന്താ വെച്ചാൽ മാർക്കറ്റ് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ എല്ലാ സമയവും ഒരേ രീതിയിലായിരിക്കില്ല, പല രീതിയിലും പല സ്റ്റൈലിൽ മാർക്കറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്, ഡെയിലി മാർക്കറ്റിനെ വാച്ച് ചെയ്തിട്ട്. ഇതിപ്പോൾ ഞാൻ ഡെയിലി എഴുതി വെക്കാറൊന്നുമില്ല. ഞാൻ കുറേ സ്റ്റാർട്ടിങ് ടൈമിൽ അങ്ങനെ എഴുതിയൊക്കെ വെച്ചതാണ്. ഇപ്പോൾ അങ്ങനെ അത്ര എഴുതി വെക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി മാർക്കറ്റിനെ വാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ആദ്യം നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എഴുതി വെച്ചിട്ട് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസും മൂവ്മെൻറ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് നമ്മൾ സ്ഥിരം ഒരു പ്രാക്ടീസ് പോലെ ഒന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പിന്നീട് നമുക്ക് അറിയാതെ നമുക്ക് മനസ്സിലാവും, ഇന്നലെയും ഞാൻ അങ്ങനെ മൂവ് ചെയ്തിരുന്നല്ലോ അല്ലേ എന്നൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ വരും. പക്ഷേ തുടക്കത്തിൽ ബിഗിനിങ് സ്റ്റേജിൽ ചെയ്യുന്ന ആളുകൾ എപ്പോഴും നോട്ട് പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, 15 മിനിറ്റിൽ എങ്ങനെയാണ്, 15 മിനിറ്റിൽ എങ്ങനെയാണ് മൂവ് ചെയ്ത്, ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് പോയത്, എവിടെ നിന്നൊക്കെയാണ് ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന പോലുള്ള മൂവ്മെൻറ്റ് കിട്ടിയത്, ഇതൊക്കെ നമുക്ക് എഴുതി വെച്ചാൽ എന്താ വെച്ചാൽ പിന്നീട് അത്തരം സന്ദർഭങ്ങളിൽ നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ ഈ എഴുതി വെക്കുന്നത് ഒരു പ്രാക്ടീസായിട്ട് ഇപ്പോൾ നമ്മൾ ട്രേഡ് എഴുതി വെക്കുമല്ലോ, ജേണൽ എഴുതുമല്ലോ, ഇന്നത്തെ ട്രേഡ് ഏതാണ്, SL, ടാർഗറ്റ്, ഇതൊക്കെ നമ്മൾ ഡെയിലി എഴുതി വെക്കുമല്ലോ, അതേപോലെ എഴുതി വെക്കാൻ പറ്റിയ രീതിയാണ്. ഇതും കൂടെ നമ്മൾ
എപ്പോഴും ട്രേഡ് ഡിസിപ്ലിൻ വേണം, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ചേഞ്ചസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഈ രണ്ട് കാര്യങ്ങളാണ് ട്രേഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഭയങ്കര പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഒക്കെ എടുത്തിട്ട് വരും. ഇനി ഏതായാലും ഇല്ല, നമുക്കിനി സമയം ഉണ്ടാവില്ല. നമ്മുടെ ട്രേഡ് ഇതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പോവാണ്, ഇറങ്ങും. അഥവാ SL അടിക്കുകയാണെങ്കിൽ നമ്മൾ ഏതായാലും ലാസ്റ്റ് ട്രേഡ്, പിന്നെ നമുക്കിന്ന് ട്രേഡ് ഉണ്ടാവില്ല. ടാർജറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഞാൻ കാണിക്കേണ്ട വൈകുന്നേരം പിന്നെ കാണിക്കാം, ടൈം ഉണ്ടാവില്ല ഇനി. പക്ഷെ ഇതിൻ്റെ വരവ് കണ്ടിട്ടൊരു വീണ്ടും ഹൈ എടുത്ത് പോവാണ്. ഇപ്പോൾ നമ്മൾ SL അടിച്ചു. SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് ട്രേഡും ഇന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇനി പ്രത്യേകിച്ച് ആലോചിക്കാനില്ല. ഇനി നാളെ നോക്കാം. സമയം 12:55 ആയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഇനി നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. നമ്മുടെ മാക്സ് ലോസ് എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ഓർഡേഴ്സൊക്കെ കൂടെ കാണാം. ടോട്ടലി നമ്മൾ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിലിംഗ് SL ആണ്, ഒരു 2 സ്റ്റോപ്പ് ലോസും. നമുക്ക് 102.85 SL അടിച്ചത്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.